പാട്ടിന് ആ പ്രശ്നം ഉണ്ടാവില്ല. അല്ല മോളെ, ഇപ്പൊ ഇവിടെ വന്നതിൽ ഒത്തിരി സംസാരം ക്ലിയർ ആയില്ലേ, ഒരുപാട് കാര്യമായി. സ്പീച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചും കൂടി ഞങ്ങള് പാലക്കാട് ജില്ലയിലായിരുന്നു സേവനങ്ങൾ. ഗവൺമെൻറ് എംപ്ലോയീസാണ്. സാറ് രജിസ്റ്റർ ഓഫീസിലും ഞാനൊരു സ്കൂളിൽ ഹെഡ് മിസ്ട്രസ്സായിട്ടും റിട്ടയർ ചെയ്തതാണ്. സാറ് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഈ സ്ട്രോക്ക് വന്നത്. ലെഫ്റ്റ് കാലും ലെഫ്റ്റ് കൈയുമാണ് ആദ്യം സ്ട്രോക്കായിട്ട് വന്നത്. അത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും സാറിന് ശബ്ദത്തെ ബാധിക്കുകയും രണ്ടാമത്തെ സ്ട്രോക്ക് വരികയും ചെയ്തു. അപ്പോഴും നമ്മൾ തൃശ്ശൂർ മിഷനിൽ തന്നെ പോവുകയുണ്ടായി. കുറച്ചു കാലം ട്രീറ്റൊക്കെ ചെയ്തു. എങ്കിലും അവനവൻ്റെ കാര്യങ്ങൾക്കെല്ലാം പ്രാപ്തനായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് സാറ് നെറ്റ് മുഖേന നോക്കിയപ്പോഴാണ് ഈ ആയുർഗ്രീൻ ഹോസ്പിറ്റലിൻ്റെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ കാണാൻ കഴിഞ്ഞതും. അപ്പോൾ തന്നെ ഇവിടെ വരണമെന്നുള്ളതായ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഞങ്ങൾ 2022 ഏപ്രിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുകയും 40 ദിവസം അഡ്മിറ്റ് ചെയ്യുകയും ഏകദേശം ഒരുവിധം പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ഏകദേശം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യാനും സംസാരിക്കാനും ഒരുവിധം മനസ്സിലാകത്തക്ക രീതിയിൽ ഞങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നാട്ടിലേക്ക് പോയി. വീണ്ടും അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് തോന്നി. പിന്നെ ആസ്പത്രിയോടുള്ളതായ അകമഴിഞ്ഞ സ്നേഹവും സ്റ്റാഫിനോടും സഹപ്രവർത്തകരും ഡോക്ടർമാരും സ്വീപ്പേഴ്സും എല്ലാവരുടെയും അകമഴിഞ്ഞ സേവനമാണ് നമ്മളെ വീണ്ടും ഇവിടേക്ക് എത്തിച്ചത്. ആ പാതയിലൂടെ ഞങ്ങൾ വീണ്ടും വരികയും 1 മാസം 4 ദിവസവുമായി ഇന്നേക്ക് നവംബർ 26-ന് വന്ന് ജോയിൻ ചെയ്തു. ഇന്നിപ്പം 30-ആണ്. ഞങ്ങൾ ഇത്രയും ദിവസം നിൽക്കുകയും നല്ല പരിചരണം, നല്ല പേഷ്യൻസിനോടുള്ളതായ ആ ക്ഷമ എല്ലാം കൊണ്ടും ഈ ആയുർഗ്രീൻ ഹോസ്പിറ്റൽ വളരെ വളരെ വിലപ്പെട്ടതാണ്. ഒന്നാമത് ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻസിനെ നമ്മൾ വൈകിട്ടും രാവിലെയും നടക്കുന്നതൊക്കെ കാണുമ്പോൾ അവരെ കൂടെ നിൽക്കുന്നതായ സേവകർ, ഡോക്ടർമാർ, നഴ്സുമാർ, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പി എല്ലാം എടുത്തു പറയത്തക്ക രീതിയിലുള്ളതായ സേവനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ അറിവുള്ളിടത്തോളം ഇനിയും കുറേയധികം ഇങ്ങനെ അംഗപരിമിതരായ ആളുകൾക്ക് നടക്കാൻ പറ്റത്തക്ക രീതിയിലുള്ളതായ സേവനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. എന്നും ഇനിയും ഞങ്ങൾക്ക് വരാൻ താല്പര്യമാണ്. ഇനിയും ഇങ്ങനെയുള്ളതായ സേവനങ്ങളുള്ളതായ ആസ്പത്രിയും എല്ലാ മനുഷ്യത്വമുള്ളതായ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.